സാറ് പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ നേരിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, സാറിന് സമ്മതിക്കണം. അതെന്താ? വേസ്റ്റ് ആൻഡ് സ്ക്വാഡ് ചാർജ് എടുത്തതിന് ശേഷം വേസ്റ്റ് വഴി തള്ളാൻ ജനങ്ങൾക്ക് ഒരു പേടി തോന്നുന്നു. കടമറ്റത്ത് കത്തനാരെ യക്ഷികൾ പേടിച്ചത് പോലീസ് ആയതുകൊണ്ടല്ല. പേടി എന്നൊരു വാക്ക് എന്റെ ഡിക്ഷണറിയിലേ ഇല്ല. ഡിക്ഷണറി വാങ്ങുമ്പോ നോക്കി വാങ്ങണ്ടേ സാറേ? എന്റെ സ്വപ്നം വേസ്റ്റുകളില്ലാത്തൊരു ക്ലീൻ സിറ്റിയാണ്. നിങ്ങൾക്കറിയോ, ഗൾഫ് നാടുകളിൽ റോഡരികിൽ ഒരു പേപ്പർത്തുണ്ടോ വേസ്റ്റോ ഒന്നും കാണില്ല. അവിടെ കുപ്പിയും പാട്ടയും പറക്കൊന്നും ഇല്ലല്ലോ സാറേ, അതുകൊണ്ടാ. അല്ല, അവർ വൃത്തിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധയുള്ളവരാണ്. കേരളത്തിന്റെ സ്ഥിതി അതാണോ? പറഞ്ഞിട്ട് കാര്യമില്ല. മാവ് ആട്ടിയാൽ ഇഡ്ഡലി ഉണ്ടാക്കാം, ആട്ടുകല്ലാട്ടിയാൽ ഇഡ്ഡലി കിട്ടുമോ? സാറിന് ഇങ്ങനത്തെ ഉദാഹരണങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടണം സാറേ? സാറിനെ സമ്മതിക്കണം. ഞായറാഴ്ച അവധിയാണോന്ന് അറിയാൻ കലണ്ടറിൽ നോക്കേണ്ട ആവശ്യമില്ല. ശനിയാഴ്ച ആരെങ്കിലും ചോദിച്ചാ പോരെ? എന്തു വലിയ തത്വം നിറഞ്ഞ ഉദാഹരണം! ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരുന്നതാണോ? ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീഴുന്നതിന് മുമ്പേ ഇവിടെ ഗുരുത്വാകർഷണം ഉണ്ടായിരുന്നു. പിന്നെ ഉദാഹരണം. സമയത്തിന് ഊണ് കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറും. വേറെ ഉദാഹരണം. ഉദാഹരണം പറഞ്ഞതല്ല, ഉച്ചയായി ഊണ് കഴിക്കാന്ന് പറയാ. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ 4 മണിക്കത്തേക്ക് അവിടെ പോരെ. അത് പോരെ? വരും. പിന്നെ വരും. എന്തായാലും പിന്നെ എടി, ഇവിടെ വേസ്റ്റ് വരുന്ന 2-3 യൂണിഫോം ഇട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു നോക്കട്ടെ, വേസ്റ്റ് എടുക്കുമെന്ന് അറിയാലോ. എന്താടാ ഈ കാണിക്കുന്നേ? ഞാൻ വേസ്റ്റ്. നീ വേസ്റ്റ് ആണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. വേസ്റ്റ് കളയേണ്ടടുത്ത് കളയണം, മനസ്സിലായടാ? ഓ, അല്ലെങ്കിൽ പണി പാളും. പോ. യെസ്, അതെ. എടി, ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്. നമുക്ക് വൈകിട്ട് കാണാം. ഓക്കെ. സാറ് പാർക്ക് വേസ്റ്റ് വരാൻ പോവാണോ? അതല്ലടാ, അവളവിടെ വരും. ഞാൻ സ്വപ്നം കാണുന്ന ഫ്രണ്ട്.